ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സത്യം ജയിച്ചെന്ന് ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. ഇതിനിടെ ജഡ്ജിയെ രൂക്ഷമായി വിമർശിച്ച് മന്ത്രി കെ.സി. ജോസഫും കെ.പി.സി.സി പ്രസിഡന്റ് വി.എം. സുധീരനും രംഗത്തെത്തി. സത്യം ജയിച്ചുവെന്നായിരുന്നു ഹൈക്കോടതി വിധി പുറത്തുവന്ന ഉടൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. എൻ്റെ ശക്തി എന്ന് പറയുന്നത് എൻ്റെ മനസാക്ഷിയുടെ ശക്തിയാണ്. എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് സത്യം ജയിക്കുമെന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് ഇന്നലെ ഈ വിധി വന്നപ്പോഴും ഞാൻ കാര്യമായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. ഇന്നത്തെ ഈ വിധി വന്നതും എനിക്ക് ഒരു സാധാരണ രീതിയിലാണ്. പുതിയ സംഭവ വികാസങ്ങളുടെ പേരിൽ കോൺഗ്രസിലോ UDF-ലോ ഒരു അനൈക്യവും ഇല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോൺഗ്രസ് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അത് അങ്ങനെ ഉണ്ടാക്കാൻ ആർക്കും സാധിക്കത്തുമില്ല. എന്നാൽ തൃശൂർ വിജിലൻസ് ജഡ്ജിക്കെതിരെ രൂക്ഷ വിമർശനമാണ് മന്ത്രി കെ.സി. ജോസഫ് ഉയർത്തിയത്. രാഷ്ട്രീയ യജമാനന്മാരുടെ പോസ്റ്റ് ഓഫീസായി വിജിലൻസ് ജഡ്ജി മാറിയത് അപമാനകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കോടതി പോസ്റ്റ് ഓഫീസ് അല്ല, കോടതി നീതിന്യായ കോടതിയാണ്. നിയമപരമായ അധികാരങ്ങളുണ്ട്, ശിക്ഷിക്കാനും വെറുതെ വിടാനും. ആ അധികാരമുള്ള കോടതി മറ്റാരുടെയോ ചില രാഷ്ട്രീയ യജമാനന്മാരുടെ പോസ്റ്റ് ഓഫീസായി മാറിയത് നിർഭാഗ്യകരമാണ്. തീർച്ചയായും വിജിലൻസ് കോടതി ജഡ്ജി നടത്തിയ ഈ വിധി അതിന് പിന്നിലുള്ള ഗൂഢാലോചന പുറത്തു കൊണ്ടുവരും. അത് ഞങ്ങൾ അന്വേഷണം ആവശ്യപ്പെടും. കാരണം ഇതിന് പിന്നിൽ സംശയകരമായ പലതും ഞങ്ങൾ കാണുന്നുണ്ട്. വിജിലൻസ് ജഡ്ജിക്ക് ഈ കേസിൽ പ്രത്യേക താല്പര്യമുണ്ടായിരുന്നുവെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് വി.എം. സുധീരൻ ആരോപിച്ചു. ഇരിക്കുന്ന പദവിയുടെ വില മനസ്സിലാക്കാത്തതാണ് ജഡ്ജിക്ക് പറ്റിയ വീഴ്ചയെന്നും സുധീരൻ പറഞ്ഞു. ഇരിക്കുന്ന സ്ഥാനം അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്, അതാണ് ജുഡീഷ്യറിയെ സംബന്ധിച്ച് ജനങ്ങൾക്കുള്ള വിശ്വാസം വർദ്ധിക്കുന്ന അവിടെയാണ്. എന്നാൽ നിരപരാധികളായതിനാൽ കോടതി വിധി പ്രതീക്ഷിച്ചതാണെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ് പ്രതികരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, തിരുവനന്തപുരം.